ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. ഇത് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വിഷം കാരണം കറണ്ട് ഇല്ലാതെ അന്ധകാരത്തിലിരിക്കുകയാണ്. ഓഹ്, എൻ്റെ വിധിയാ നിങ്ങളെ കെട്ടിയത് എന്ന് പറഞ്ഞ് ശ്രീജ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. ഏത് നേരത്താണോ എൻ്റെ അച്ഛന് നിങ്ങളെ ഒന്ന് കെട്ടിച്ചു തരാൻ തോന്നിയത്? അതിന് നമ്മൾ സന്തോഷത്തോടെ അല്ലേ ശ്രീജ ഇവിടെ ജീവിക്കുന്നത്? നിനക്ക് എന്തിൻ്റെ കുറവ് അവിടെ ഉള്ളത്? ഒരു കുറവുമില്ലല്ലേ എനിക്ക് എന്ന് ചോദിച്ചു. വിശ്വേട്ടൻ ആരെങ്കിലും ഈ വീട്ടില് വിലയുള്ളൊരു മനുഷ്യനായിട്ട് കാണുന്നുണ്ടോ? പറ. നിങ്ങൾ പരിഹസിക്കപ്പെടുമ്പോഴും നിങ്ങൾ അപമാനിക്കപ്പെടുമ്പോഴും ചൂളിപ്പോകുന്നത് ഈ ഞാൻ കൂടിയാണെന്ന് എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ എല്ലാവരുടെയും പരിഹാസവും പുച്ഛവും ഏറ്റുവാങ്ങി ജീവിക്കുന്നതിൽ ഒരു നാണക്കേട് തോന്നില്ലേ എന്ന് ചോദിച്ചു. നീ വിചാരിക്കുന്നത് പോലെ എന്നെ ആരും അങ്ങനെ പരിഹസിക്കാറൊന്നും ഇല്ല. ചെറുപ്പം മുതലേ ഇവിടുത്തെ രീതി ഇങ്ങനെയാ ശ്രീജെ. അതാ കാര്യം. ചെറുപ്പം മുതലേ നിങ്ങൾ ഇങ്ങനെ ഒരു കുഴി മടിയനായി ഇങ്ങനെ ശീലിച്ചു പോയി. അത് തന്നെ കാര്യം. നാളെ രാവിലെ തന്നെ ഈ കരണ്ടിന്റെ പ്രശ്നത്തിനൊരു തീരുമാനാക്കിക്കോണം. നാളെ ഞാൻ ഒരാളോട് കുറച്ച് കാശ് കടം ചോദിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അത് കിട്ടിയാ കയ്യോടെ അടച്ചേക്കാം, പോരെ? കിട്ടിയില്ലെങ്കിലോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ ഞാൻ എന്തു പറയാനാ ശ്രീജെ? കത്തിപ്പോവാത്ത വിധം ഇത്തിരി സ്ട്രോങ് ആയിട്ട് ഫീസ് കിട്ടാം. 1-2 ദിവസം കഴിയുമ്പോഴേക്കും എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കി അടച്ചോളാം. ഇത്രയൊന്നും ചെയ്തിട്ട് പോരെ? ഇനി ആ വൈദ്യുതി മോഷ്ടിച്ചു എന്ന് പറഞ്ഞ നിങ്ങളുടെ അച്ഛൻ സുധാകരൻ മാഷിനെയും കൂടി അറസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിച്ചു. അപ്പോൾ മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. വേഗം തന്നെ ശ്രീജ സ്വന്തം കാതി കിടന്ന കമ്മൽ അങ്ങ് ഊരുകയാണ് കേട്ടോ. ഊരിയിട്ട് നേരെ വിഷത്തിന്റെ നേരെ നീട്ടി. ഇതുകൂടി നിങ്ങൾ കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്യാം. പൊന്നിന്റെ എന്ന് പറയാനായിട്ട് ഈ കാതി കിടക്കുന്നത് മാത്രമേ ഇനിയുള്ളൂ, അറിയാലോ. ബാക്കിയെല്ലാം ഇത് വിറ്റോ പണയം വെച്ചോ എന്തെങ്കിലും നാളെ കാണിച്ച് കറണ്ട് ബില്ല് അടയ്ക്കണം എന്ന് പറഞ്ഞ് ശ്രീജ കയ്യിൽ കൊടുക്കുക. വീട്ടിലേക്ക് അധ്വാനിച്ച് എന്താണെങ്കിലും കാശ് കൊടുക്കാൻ വിഷയനെ കൊണ്ടാവില്ല. നശിപ്പിക്കാനെങ്കിലും ദയവ് ചെയ്ത് മുതിരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ നേരെ പാവിരിച്ച് നിലത്ത് കിടക്കട്ടോ. ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞ് ശ്രീജ പായൊക്കെ വിരിച്ച് നിലത്ത് കിടന്നു. പിന്നെ കാണുന്നത് നമ്മുടെ എന്താ പറയാ വിനയനെയും അതുപോലെ തന്നെ നന്ദിനിനെയാണ്. ഒരു രക്ഷയില്ല, വീശിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഇവൻ പാട്ടൊക്കെ പാടി നിൽക്കുക കേട്ടോ. എൻ്റെ പൊന്നോ, കിടക്കാനും വയ്യ, അതിനിടയ്ക്ക് ഒരു കൊതുകും. ഇങ്ങേരുടെ ഒരു പാട്ട് കഷ്ടം എന്ന് പറഞ്ഞു. അപ്പം ഇതേണ്ട പാട്ടൊക്കെ വഴിയിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ ഈ കാളരാഗം? മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും പറ്റണില്ല. എന്തേ ഉറങ്ങാൻ പറ്റണില്ലേ? ഉഷ്ണിച്ചിട്ടും കൊതുക് കടിച്ചിട്ടും കിടക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ഒരു പാട്ട് കച്ചേരി. ഇനിയും വീശാം, നീ രാമച്ച വിഷം കയറി പോണ്ട. വീശാൻ നേരത്തെ ഇത് പിടിക്കാം, ഇനി ഇതാകും വീശിക്കോ. എടി നന്ദിനി, നീ ഇത് സീരിയസ് ആക്കാൻ വേണ്ടി പാടിയതല്ലടി ഞാൻ. എന്നാ ഞാൻ സീരിയസാ, അങ്ങോട്ട് വീശങ്ങോട്ട് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് വീശാൻ തുടങ്ങി. വിഷു അതെ, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഗതി വന്നതിന് കാരണം എന്താണെന്നറിയോ? ഗതികേടെന്ന് പറ. അതെ, അതിന് കാരണം നിങ്ങളുടെ അമ്മയാ. അതിന് നീ വീക്ഷിക്കുന്നതിന് അമ്മ എന്ത് ചെയ്തു? ആ വേദയിൽ പോയി നോക്ക്, അപ്പൊ അറിയാം. അവളുടെ കയ്യിലെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഫാനാണുള്ളത്. നിങ്ങളുടെ അച്ഛൻ ആരോ കൊടുത്തത് അവക്ക് കൊടുത്തു. എല്ലാവരും ഉഷ്ണം കൊണ്ട് ഉറങ്ങുമ്പോ അവള് മാത്രം കാറ്റ് കൊണ്ട് സുഖിക്കട്ടെ, നന്നായി സുഖിക്കട്ടെ. എന്താ നിങ്ങളെന്താ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അതെ, നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? അതിനിപ്പൊ ഞാൻ എന്ത് പറയാനാ? ഒരു കാര്യം ചെയ്യാം, നാളെ ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് ആ ഫാൻ നിനക്ക് വാങ്ങിത്തരാം. എന്റെ പട്ടിക്ക് പോലും ആ ഫാൻ വേണ്ട. എന്നാ വേണ്ട, ഞാൻ വാങ്ങുന്നില്ല. തമാശിച്ചതല്ലേ? അല്ല നന്ദിനി, നിനക്ക് വേണ്ടാത്തത് എനിക്കും വേണ്ടാന്നേ ഉദ്ദേശിച്ചുള്ളൂ. നാളെ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്താ? ഈ മുറിയിലെ മാത്രമായിട്ട് ഒരു ഫാൻ വാങ്ങി വെക്കണം. പറ്റുമോ ഇല്ലയോ? മിണ്ടുന്നില്ല. അല്ലെങ്കിൽ നാളെ മുതൽ നിങ്ങളെ മുറിക്കകത്ത് ഞാൻ കേറ്റില്ല. ചതിക്കില്ലേ? ഞാൻ വാങ്ങാം, ഉറപ്പായി വാങ്ങാം. ഉറപ്പാണല്ലോ? ആ, ഉറപ്പ്. എന്നാ വീശിക്കോ. അത് എത്ര നേരം വീശേണ്ടി വരും? ഞാൻ ഉറങ്ങുന്നത് വരെ. എപ്പോഴാ ഉറങ്ങും അത് പറയാൻ പറ്റില്ല. ഇന്നത്തെ ഈ ഉഷ്ണമൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും എന്താണേലും ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. വീശേണ്ടി വരും വെയിറ്റ് വരെ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ വിക്രത്തിനെ ആരോ വന്ന് കുത്തുന്നതൊക്കെ ആയിട്ട് സ്വപ്നം കാണുവാണ് രാധ. അയ്യോ കുത്തി എന്ന് പറഞ്ഞ് നേരെ വിളിച്ച് എഴുന്നേക്കുക. എന്താടി എന്ന് ചോദിച്ചു. എഴുന്നേറ്റു കേട്ടോ. അമ്മ അടുത്ത് കിടപ്പുണ്ട്. എടി രാധേ, എന്താടി? അമ്മേ, ഞാൻ രാത്രി ഒരു സ്വപ്നം. സ്വപ്നം കണ്ടല്ലേ? അതെ, വിക്രമേട്ടനെ രാത്രി ഒരാള് വീട്ടിൽ ചെന്ന് നിർത്തി. അവളുടെ ഒരു വിക്രമേട്ടൻ
പശുവും ചത്ത് പോരിലെ പുളിയും പോയി. എന്നിട്ടാ അവളുടെ ഒരു വിക്രമേട്ടൻ ആദ്യം തന്നെ അവൻ വേറൊരുത്തെ കെട്ടിയെ ജീവിക്കുവാന്ന് അംഗീകരിക്കാൻ പഠിക്കുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് നടന്ന എമ്മാതിരി സ്വപ്നമൊക്കെ കാണും. മനസ്സിലായോ? ഇപ്പൊ ഉറങ്ങുമ്പോഴേ കാണുന്നുള്ളൂ. നീ അവനെ ഓർത്തോണ്ടിരുന്നാലേ ഉണർന്നിരിക്കുമ്പോഴും നീ ഇങ്ങനെ കാണാൻ തുടങ്ങും. മര്യാദയ്ക്ക് നല്ല മുഴുത്ത വട്ടായിന്ന് നാട്ടുകാര് പറയും. പെണ്ണെ, മര്യാദയ്ക്ക് കിടന്നാമം ജപിച്ച് കിടക്കാൻ നോക്കാം. അവളുടെ ഒരു വിക്രമേട്ടനും മണ്ണാങ്കട്ടയും മനുഷ്യരത് സമാധാനമായിട്ട് ഉറങ്ങാനും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അമ്മ ചൂടായിട്ട് അങ്ങ് കിടന്നു കേട്ടോ. വേദയാണെങ്കിൽ കുറച്ചു നേരം ഇങ്ങോട്ട് തിരിഞ്ഞു കിടന്നു. പക്ഷേങ്കിൽ വേദയ്ക്കും ഉറക്കം വരുന്നതേയില്ല. ആൾ കുറേ നേരം അവിടെ നിന്നിട്ട് പായും തൂക്കി പിടിച്ച് നേരെ നമ്മുടെ വിക്രത്തിന്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അമ്മ തന്നെ ആ ഫാനൊക്കെ എടുത്തൊന്ന് കാറ്റ് കൊണ്ടു. അതിനുശേഷം ഇതെല്ലാം ചുമന്നുകൊണ്ടാണ് പോണത്. ഫാനും പായും ഒക്കെ ആയിട്ട് വിക്രത്തിന്റെ റൂമിലേക്ക് ചെന്നു. അപ്പോഴാണ് വിക്രത്തിന് ഫോൺ ബെല്ലടിക്കുന്നത്. വേഗം ഫോൺ എടുത്തു. മറ്റാരുമല്ല, രാധയാണ് വിളിക്കുന്നത്. വിക്രം നല്ല ഉറക്കത്തിലായിരുന്നു. വിക്രം എന്ന് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നമൊക്കെ എല്ലാവരും കാണും എന്ന് വേദയുടെ മറുപടി. അതൊന്നും രാത്രി ആരെയും ഫോൺ വിളിച്ച് പറയാറില്ല കേട്ടോടി. അപ്പോഴേക്ക് വിക്രം എണീറ്റു. അത് ഞാൻ നിന്നെ അല്ലല്ലോ, വിക്രത്തിനെ അല്ലേ? അത് തന്നെയാ പറഞ്ഞത്. പാതിരാത്രി അല്ല വിക്രത്തിനെ വിളിച്ച് ഫോൺ ചെയ്ത് ശല്യം ചെയ്യേണ്ടത്, മനസ്സിലായോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് വിളിച്ച് നീ പറഞ്ഞോണം, മനസ്സിലായോ? ഇനി മേലാൽ രാത്രി ഫോണിൽ വിളിച്ചു പോകരുത് എന്ന് പറഞ്ഞു. എല്ലാ തിരക്കും കഴിഞ്ഞ് വിക്രമേട്ടനെ കുറച്ചു നേരം അല്പം അടുത്ത് കിട്ടുന്നത് ഈ സമയത്താ. അന്നേരമോ അവളുടെ ഒരു ഫോൺ വിളിയും കൂടെ. വെക്കടി ഫോൺ അവിടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് നോക്കുമ്പോൾ വിക്രം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എടീ, നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്തത്? നിങ്ങളുടെ ഫോണിലേക്ക് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുടെ കോള് വന്നു. ഈ സമയത്ത് അത്തരം കോളുകൾ എന്റർടൈൻ ചെയ്യാൻ പാടില്ല. അങ്ങനെ എനിക്ക് തോന്നിയത് കൊണ്ടാ ഞാൻ എടുത്തത് എന്ന് പറഞ്ഞു. ആ, നിങ്ങൾ വഴി തെറ്റാതെ നോക്കേണ്ടത് എന്റെ കൂടി കടമയല്ലേ വിക്രമേട്ടാ? അത് ചോദിക്കാൻ നീ ആരാന്നാ ചോദിച്ചതാ? മനസ്സിലായില്ലേ? നാട്ടുകാരുടെ മുന്നിലേ മിസ്സിസ് വേദ വിക്രമാദിത്യൻ. നമുക്കിടയില് നിങ്ങളെ ഒന്ന് വട്ടം കറക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ട വേദ ശങ്കർ നാരായണൻ. മനസ്സിലായോ? ഇനി മോന് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ കിടന്നുറങ്ങാം. അപ്പൊ അതേ പാവരിക്കുക. നിക്ക്, നീ എന്താ ഇവിടെ? മനസ്സിലായില്ല? ഇതിലിപ്പോ എന്താ ഇത്ര മനസ്സിലാക്കാതിരിക്കുന്നത്? കിടക്കാൻ പാവിരിക്കുന്നു. അതെന്തന്നെയാ ചോദിച്ചത്? എന്തിനാ എന്റെ മുറിയിൽ? ഇതല്ലേ നമ്മുടെ മുറി. നമ്മുടെയോ? ഇതെന്റെ മാത്രം മുറിയാ. ഇറങ്ങിപ്പോവാനാ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത് ഇത് സുധാകരൻ മാഷുണ്ടാക്കിയ വീടിന്റെ ഒരു ഭാഗമായൊരു മുറിയെന്നാ, അല്ലാതെ വിക്രമൻ ഗുണ്ട ഉണ്ടാക്കിയ മുറിയെന്നല്ല. ഇറങ്ങടി പുറത്ത്. ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. വേണമെങ്കിൽ ഒന്ന് പിടിച്ചു പുറത്താക്ക. നിന്നെ ഞാൻ തൊട്ട വിവരം അറിയുവേ. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 85 and 86 ഡൊമസ്റ്റിക് വയലൻസ്, പിന്നെ അറ്റംപ്റ്റ് ടു, പിന്നെ എന്താ പറയാ, പല കേസുകളുണ്ട്. ദേ മോനെ, ഞാൻ കുടുക്കി കളയുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ നിനക്ക് വേണ്ട വേദാളമേ? ആര്യ മഹാരാജൻ, വിക്രമാദിത്യ മഹാരാജാവേ, നിങ്ങൾ ആ കട്ടിലിൽ നിദ്ര കൊണ്ടാലും അടിയനീ വെറും തറയിൽ കിടന്ന് ഉറങ്ങിക്കോളാം. ഓ, നിനക്കൊരാ സ്ഥലം അവിടെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ഇന്നെന്തോ അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. തനിയെ കിടക്കാൻ പേടിയാവുന്നു. ആ പേടി? ഇത്രയും കാലം നീ 10 പേരുടെ കൂടെ കിടന്നാണോ ഉറങ്ങിയത്? ഇത്രയും നാളും നിങ്ങൾ വന്ന് വെള്ളം എടുത്തു പോയി കഴിഞ്ഞാൽ വാതിലും ജനലും ഒക്കെ അടച്ച് ഭദ്രമാക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ഉഷ്ണത്തിന്റെ പേരും പറഞ്ഞ് എല്ലാം തുറന്നിട്ടിരിക്കുക. ഈ വാതിലും ജനലും തുറന്നേക്കുമല്ലേ? പക്ഷേ നിങ്ങളെപ്പോലൊരു മല്ലൻ കൂടെ ഉണ്ടല്ലോ. ഞാൻ കിടക്കാൻ പോവാ. ദേ, പിന്നെ സെൽഫ് കൺട്രോളൊക്കെ ഉണ്ടല്ലോ അല്ലേ? വെറുതെ എന്നെ കൊണ്ട് ബഹളം വെപ്പിച്ച് ആളെ കൂട്ടി വെറുതെ ഇപ്പോൾ ഉള്ള ചീത്തപ്പേര് കൂട്ടാൻ നോക്കല്ലേ. നോക്കിക്കോടി, ഉറങ്ങിക്കഴിയുമ്പോൾ നിന്നെ ഞാൻ ചവിട്ടി കൊല്ലാനാ പോണത്. ഇന്നത്തോടെ നിന്റെ ശല്യം ഞാൻ അവസാനിപ്പിക്കും. ഒരു ജീവപര്യന്തമൊക്കെ എനിക്ക് പുല്ലടി. അയ്യേ, വെറുതെ ഇങ്ങനെ സ്വയം പൊക്കി അടിക്കല്ലേ എൻ്റെ മോനെ. അത്യാവശ്യം അടിയും തല്ലും ഉണ്ടാക്കൂന്നല്ലാതെ നിങ്ങളെ കൊണ്ടൊന്നും ഓരേക്കാളെ കൊല്ലാനൊന്നും പറ്റില്ല. വെറും ചുമ്മ തള്ള്. അതിനുള്ള ആംബിയറൊന്നും വിക്രമൻ ഗുണ്ടയ്ക്ക് തൽക്കാലം ഇല്ല എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പിന്നെ ഈ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോണം എന്ന് നിർബന്ധമാണ് എങ്കിൽ അത് സുധാകര മാഷ നിങ്ങൾക്ക് ഇഷ്ടദാനം തന്നു എന്നുള്ള രേഖ എന്റെ മുന്നിൽ ഹാജരാക്കണം. മനസ്സിലായോ? അത് നടക്കില്ലല്ലോ. അപ്പം മോൻ ചാച്ചിക്കോട്ടോ. ശരി, അപ്പൊ കൊല്ലാൻ നടക്കുന്നു അങ്ങേര്. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി.
ആ ഫാനിങ് എടുത്തു. എന്നിട്ട് ആ ഫാൻ വെച്ചിട്ട് കാറ്റടിക്കാണ്. എന്താണെങ്കിലും ചൂട് കൊണ്ട് കിടക്കാതിരിക്കുകയായിരുന്നു. ഉഷ്ണം കൊണ്ട് ശരി ചെറിയൊരു കാറ്റടിക്കുന്നത് എത്ര സുഖാണ്. വേദ ഈ ഫാൻ വെച്ചിങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വിക്രം ഇങ്ങനെ നോക്കാട്ടോ. വിക്രത്തിന് കിടക്കാനും പറ്റുന്നില്ല, കൊതുകും കടിക്കുന്നുണ്ട്. എന്നിട്ട് ആള് കൊണ്ടേ ഇത് അടുത്ത് വെച്ചിട്ട് നിലത്തങ്ങ് കിടന്നു. കുറച്ചു നേരമൊക്കെ നോക്കിയിരുന്നു. എങ്ങനെ ഇപ്പൊ കിടക്കും, ആകെ പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് വേദ ഒരു പാട്ടൊക്കെ അങ്ങ് പാടാം എന്ന് തീരുമാനിച്ചത്. അപ്പൊ ഈ ഫാൻ എടുത്തു വെച്ചിട്ട് പാട്ട് പാടുകയാണ് കേട്ടോ. എന്റെ പൊന്നോ, എന്റെ പൊന്നെ, ഈ കളരാകൊന്ന് നിർത്തുവോ നീയെ? നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവളുടെ ഒരു പാട്ട്, ഒടുക്കത്തെ ഒരു ചളി പാട്ട്, വായിൽ പുഴിമണ്ണ് കുത്തി നിറയ്ക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞു. ഒന്നും ശ്രദ്ധിക്കുന്നില്ല. കയ്യിലൊരു ഫാൻ കിട്ടിയെന്ന് വെച്ചാ നിന്നെ ഞാൻ ചവിട്ടി അരച്ച് തേച്ച് കളയും, കലിപ്പ് തീരണില്ലല്ലോ എന്റെ കർത്താവേ എന്നൊക്കെ പറഞ്ഞാണ് വിക്രം. പക്ഷെ മനുഷ്യന്റെ ഉള്ള സമാധാനവും പോയി. ഇവളുടെ പാട്ട് കേട്ട് കുറെ നേരം ചെവിയൊക്കെ പൊത്തിപ്പിടിച്ച് കിടന്നു. അവസാനം ഉറങ്ങിയതുപോലെ കിടന്നു. അപ്പൊ വിക്രം പതുക്കെ എഴുന്നേറ്റ് ഫാൻ എടുക്കാൻ. അങ്ങനെ ഇപ്പൊ നീ മാത്രം കാറ്റ് കൊള്ളണ്ട, ഉറങ്ങുമല്ലേ, ശരിയാക്കി തരാം. പതുക്കെ പോയി ആ കള്ളനെ പോലെ ഫാനും എടുത്തു. എന്നിട്ട് ആ ഫാൻ എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ആ കാറ്റ് വീശരുതെന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ ആസ്വദിച്ച ആള് കിടക്കാണ്. വേദ ഉറങ്ങിയിട്ടൊന്നുമില്ല. വേദ നോക്കുമ്പോ വിക്രം എന്താണല്ലോ നല്ല ആസ്വദിച്ച് കിടക്കുന്ന കണ്ടപ്പം വേദമൊന്നും മിണ്ടിയൊന്നുമില്ല കേട്ടോ. ആള് കിടന്നൊന്നും ഉറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനും വേദ എന്താ പറയാ ചൂല് വെച്ചിങ്ങനെ അടിച്ചു വരുന്ന കണ്ടത്. ഇന്നത്തെ ദിവസം പോയി, ചൂല കണി ശരിയാക്കി തരാം വിക്രമാ എന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ എഴുന്നേറ്റ് അവിടെ ഇരിക്കുമ്പോഴത്തേനും, അതെ എന്താണ് വിക്രമൻ ഗുണ്ട, ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയെന്ന് തോന്നല്ലോ. ഒരു വേതാളം കാവൽ കിടക്കുമ്പോ പുറത്തു നിന്ന് ആക്രമണം പ്രതീക്ഷിക്കണ്ടല്ലോ, അതുകൊണ്ട് സുഖമായി ഉറങ്ങി. അല്ലാതെ വേതാളത്തിന്റെ ഫാൻ കെട്ടെടുത്ത് ഉഷ്ണം മാറ്റിയോണ്ടല്ലേ. ആര് കെട്ടെടുക്കാൻ? പൂച്ച നടക്കുന്നത് പോലെ പതുങ്ങി വന്ന് എടുത്തോണ്ട് പോകുന്നത് ഞാൻ അറിഞ്ഞില്ല എന്നാണോ വിചാരിച്ചിരിക്കുന്നത്? ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതിയായിരുന്നില്ലേ, ഞാൻ തരുമായിരുന്നല്ലോ. ഞാൻ ഉറങ്ങും വരെ ഒരു കള്ളനെ പോലെ കാത്തിരുന്നിട്ട് അയ്യേ മഹാമോശം, ബോറായിപ്പോയി. ഇത്രയും കാലം റൗഡി, തെമ്മാടി, ഗുണ്ട ഇങ്ങനെ എന്നൊക്കെ പേരുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ രാത്രി മുതൽ കള്ളനുമായി. കള്ളൻ നിന്റെ അച്ഛനെ പറയാനാണെങ്കിൽ വേണ്ട കേട്ടോ. പുള്ളിയെ ഇന്നേ വരെ ആരുടെയും ഒന്നും കട്ടിട്ടില്ല. പക്ഷെ നിങ്ങളെ ഇന്നലെ രാത്രി ഫാൻ കട്ടു, അത് ഞാൻ കണ്ടു. അതാ വലിയ കാര്യത്തില് എന്നെ ഈ ഫാൻ കാട്ടി കൊതിപ്പിക്കേണ്ടത് പറഞ്ഞല്ലോ. എന്നിട്ട് അവസാനം നാണം, ഷേം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ എന്ന് പറഞ്ഞ ഫാൻ അടിക്കാൻ തുടങ്ങുവാണ്. ഇതെന്റെ അമ്മ തന്നതാ. ഏതമ്മ എന്ന് ചോദിച്ചു. അമ്മ സാക്ഷാൽ പാർവതി ദേവി തന്നെ തന്നതാ എന്ന് പറഞ്ഞു. അതുകൊണ്ടേ ഇതിന്റെ വില നിങ്ങൾക്കറിയില്ല, ഇത് ഞാൻ വെച്ചോളാം കേട്ടോ. നിങ്ങള് ശരിക്കും ഗുണ്ട തന്നെയാ കേട്ടോ. അതെ, കള്ളൻ ഗുണ്ട. നിങ്ങൾ വെറും കള്ളനല്ല, കള്ളൻ തന്നെയാ. കള്ള. അപ്പോഴേക്ക് വേദന അടിക്കാൻ ചെന്നപ്പോഴത്തേനും അതെ നിങ്ങളെ കള്ള. അപ്പൊ ഇവളിങ്ങനെ ഓടി ചെല്ലുന്നത് നന്ദിനിയുടെ അടുത്തേക്ക് കേട്ടോ. അപ്പൊ നാണക്കേടായി വിക്രത്തിന്. നന്ദിനി ചോദിക്കുകയാണ്, എന്താ ഇത്ര വലിയ സന്തോഷം എന്ന് ചോദിച്ചു. അതെ കള്ളനാന്നേ എന്ന് പറഞ്ഞു. അയ്യേ നാണക്കേട്, എന്തൊക്കെയാണോ എന്ന് പറഞ്ഞ് നന്ദിനി അവിടെ ഇരിക്കുകയാണ്. വേദ അകത്തേക്ക് കയറി ചെന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ശ്രീജയും വിശ്വവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആ കറണ്ട് ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയോ വിശ്വേട്ടാ? എത്രയും വേഗം തന്നെ കൊണ്ടുപോയി ആ കറണ്ട് ബില്ല് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ശ്രീജ ഇങ്ങനെ നിർബന്ധിക്കുക. എന്നാലും ഈ ഒരു തരി പൊന്നല്ലേ നിന്റെ ദേഹത്തുള്ളൂ. ഇനിയിപ്പോ നിങ്ങൾ വെറുതെ സെന്റിമെന്റ്സ് അടിച്ചിരിക്കല്ലേ. നിങ്ങൾക്ക് ഈ കമ്മലിന്റെ കാര്യത്തിൽ എന്താ ഇത്ര സെന്റിമെന്റ്സ്? എന്റെ കയ്യിലും കാതിലും കഴുത്തിലും ഒക്കെ കിടന്നത് ഫുള്ള് നിങ്ങൾ തന്നെയല്ലേ വിറ്റും പണയം വെച്ചും മുഴുവൻ തീർത്തത്, അല്ലാതെ വേറെ ആരുമല്ലല്ലോ. അപ്പോഴൊന്നും നിങ്ങൾക്ക് ഈ സെന്റിമെന്റ്സ് ഒന്നും കണ്ടില്ലല്ലോ. പിന്നെന്താ ഇപ്പം? എന്റെ പൊന്നു വിഷേട്ടാ, നിങ്ങൾ ചെല്ല, അല്ലെങ്കിൽ കറണ്ട് കട്ടെടുത്തതിന് പേരില്ല ഇനി ആ പാവ മാഷിനെയും കൂടി ഇനി നിങ്ങൾ അകത്താക്കരുത്. ആ ഒരു ഉപകാരം കൂടിയെങ്കിലും നിങ്ങൾ ആ അച്ഛനോട് ചെയ്തു കൊടുക്കണം. അത്രയെങ്കിലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇത് കൊണ്ടുവന്ന് അടച്ചിട്ട് വാ, പണയം വെച്ചാണെങ്കിൽ അങ്ങനെ. പക്ഷേ ശ്രീജ, ഇനിയും എന്നെ നാണം കെടുത്തരുത്, അതുകൊണ്ടാ പറയണത്. പോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും ഇതെല്ലാം കേട്ട് വേദ പുറത്തു നിൽപ്പുണ്ട്. അപ്പം അതെ ഞാൻ അർജന്റായിട്ട് പുറത്തൊന്ന് പോയിട്ട് വരട്ടെ കേട്ടോ വേദേ എന്ന് വേദയോടും പറഞ്ഞ ഒരു ചിരിയൊക്കെ ചിരിച്ച് വിശ്വം പോകാൻ തുടങ്ങിയപ്പം ഞാൻ കേട്ടു നിങ്ങളുടെ ബെഡ്റൂമിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഒളിഞ്ഞു കേട്ടു എന്നൊന്നും വിചാരിക്കരുതേ. ഞാനിങ്ങനെ വന്നപ്പോൾ സംസാരം ഈ വിഷയത്തെക്കുറിച്ച് ആയപ്പോൾ
ഞാൻ അങ്ങനെ കേട്ടുപോയതാ, ക്ഷമിക്കണം എന്ന് പറഞ്ഞു. അത് പിന്നെ വേദേ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇന്നലെ ചെന്നപ്പോഴത്തേനും കറണ്ട് ബില്ല് അടയ്ക്കാൻ, എന്നാൽ പിന്നെ അച്ഛനോട് തുറന്നു പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ പറഞ്ഞാലും അച്ഛൻ അത് വിശ്വസിക്കില്ല, പിന്നെ അതിൻ്റെ പേരിലായിരിക്കും പ്രശ്നം. അത് മാത്രമല്ല, ഇനിയിപ്പം അച്ഛൻ ആ കറണ്ട് കട്ടെടുത്തു എന്നെങ്ങാണ് പറഞ്ഞാൽ അതൊരിക്കലും ക്ഷമിക്കില്ല അച്ഛൻ. എന്താണെങ്കിലും അത് വേണ്ടായിരുന്നു വിശ്വേട്ട എന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞാനത് അടച്ചോളാം. ഒരു കാര്യം ചെയ്യാം, വിശ്വേട്ടൻ എന്താ പറയുക, കറണ്ട് ബില്ലെങ്കിതാ ഞാൻ ഓൺലൈനായിട്ട് അടയ്ക്കാം. അയ്യോ അത് വേണ്ട, എന്നിട്ട് ശ്രീജേടത്തിയുടെ കമ്മല് അത് ശ്രീജേടത്തിക്ക് തന്നെ തിരിച്ചു കൊടുത്തേരെ എന്ന് വേദ പറഞ്ഞു. പക്ഷെ മനസ്സില്ലാ മനസ്സോടെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് വേണ്ട എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യുക, എന്താണെങ്കിലും കടം വാങ്ങി അടയ്ക്കാനല്ലേ പോയത്, ഇത് ഞാൻ കടമായിട്ട് തരുവാണെന്ന് വിചാരിച്ചാൽ മതി. എനിക്ക് എപ്പോഴെങ്കിലും വിശ്വേട്ടൻ അത് തിരിച്ചു തന്നാൽ മതി. ഇപ്പം തൽക്കാലം ഞാൻ അടയ്ക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജേടത്തിക്ക് സമ്മതമല്ലേന്ന് ചോദിച്ചപ്പോൾ ശ്രീജ ഒന്നും മിണ്ടിയില്ല. ശരി, സമ്മതിച്ചു. ആ കറണ്ട് ബില്ല് കൊടുത്തു. വേദ കറണ്ട് ബില്ല് അടയ്ക്കുകയും ചെയ്തു കേട്ടോ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇനി KCB ചെന്നിട്ട് ഈ കാര്യങ്ങൾ കറണ്ട് ബില്ല് അടച്ചതൊന്ന് പറഞ്ഞേരെ, അവർ വന്ന് ഫീസ് കുത്തിയിട്ട് പോയിക്കോളും. ശരി പോകാം, എന്നാ പിന്നെ കാപ്പി കുടിച്ചിട്ട് പോകാല്ലേ എന്ന് ചോദിച്ചു. എന്നാ അത് മതി എന്ന് വേദ പറഞ്ഞപ്പോൾ അതാണ് ഇനിയിപ്പോൾ ശ്രീജേടത്തി 5 മണിയാവാതെ മുന്നേ എപ്പോഴെങ്കിലും അവർ വരുന്നേ ഉള്ളൂ, ഇപ്പം ചെന്ന് പറഞ്ഞാലും എന്താണെങ്കിലും കാപ്പി കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് നേരെ അവരകത്തേക്ക് പോയി. അപ്പോൾ വേദ ഇങ്ങനെ നിൽക്കുകയും ചെയ്തു. അകത്തേക്ക് പോയി വിശ്വം ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അച്ഛൻ വന്ന് കാലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും മീറ്ററിൻ്റെ അവിടെ ഫീസില്ല. ഫീസിന് പകരം ഒരു വയർ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം വേഗം തന്നെ മാഷിനാകെ സംശയം. മാഷ് അത് വലിച്ചു പറിച്ച് നേരെ അങ്ങോട്ടേക്ക് ചെന്നു. വിശ്വ, എടാ വിശ്വ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. വേഗം ഭക്ഷണമൊക്കെ അവിടെ വെച്ചിട്ട് ഇറങ്ങി ചെന്നു. ശ്രീജയും വന്നു, വേദയും അതുപോലെ തന്നെ നന്ദിനിയും എല്ലാവരും വന്നു, കമലയുണ്ട്. ഇവരെല്ലാവരും നിൽക്കുന്ന സമയത്ത് എടാ വിശ്വ, നീ ഇന്നലെ കറണ്ട് ബില്ല് അടച്ചോ എന്ന് ചോദിച്ചു. അച്ഛാ അത് പിന്നെ ഒന്നും നോക്കിയില്ല. വിശ്വത്തിന്റെ കാരണം നോക്കി ഒരെണ്ണം അങ്ങ് പൊട്ടിക്കാണ്. മാഷ് എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു കമല. എൻ്റെ കമലെ, നമ്മളെ ഇവൻ പറ്റിക്കായിരുന്നു. ഇവൻ ഇന്നലെ കറണ്ട് ബില്ല് അടയ്ക്കാൻ കൊടുത്തു വിട്ട പൈസ ഇവൻ എന്തോ കാര്യത്തിന് മാറ്റി, ഇവൻ എന്തോ കള്ളത്തരോ കാണിച്ചത് എന്ന് പറഞ്ഞു. അച്ഛാ അത് പിന്നെ ഇന്നലെ ഞാൻ കറണ്ട് പോയപ്പോൾ ഇവനോട് ചോദിച്ചതാ കറണ്ട് ബില്ല് അടച്ചോന്ന്. അപ്പോൾ അവൻ എന്താ പറഞ്ഞത്? ഉവ്വെന്ന് പറഞ്ഞു. എന്നിട്ടോ ഇപ്പം എന്തായി എന്ന് ചോദിച്ചു. ഇത് നോക്ക് എന്ന് പറഞ്ഞ് ഈ വയറിന്റെ കഷ്ണം എടുത്ത് കമലയെ കാണിക്കാണ്. കണ്ടോ, ITക്ക് പഠിച്ചുകൊണ്ട് ഒരു ഗുണം ഉണ്ടായി. കറണ്ട് കട്ടെടുക്കാൻ നമ്മളെ മകൻ പഠിച്ചിട്ടുണ്ട്. ഇനി കറണ്ട് കട്ടെടുത്തതിന്റെ പേരില് ഇനി സുധാകരൻ മാഷിനെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കൂടിയേ ഇനി കാണാൻ ബാക്കിയുള്ളൂ. ഞാൻ എന്ത് തെറ്റാ കമല ചെയ്തത്? ശരിക്കും 3 തടിമാടന്മാരുണ്ടായിട്ടും ഇപ്പോഴും ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നില്ലേ? വാഴയ്ക്കാണെങ്കിൽ കുറച്ച് വളമെങ്കിലും ഇട്ട അത് കൊലയെങ്കിലും വെട്ടും. ഇവന്മാരെയും കൊണ്ട് എന്ത് പ്രയോജനമാണ് എനിക്കുണ്ടായത്? പോട്ടെ, ഇവനെ കൊണ്ട് ഒരു കാര്യത്തിനും ഇല്ല. വീട്ടിലിരുന്ന് തിന്നാന്നല്ലാതെ ഇവൻ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് ആകെ അപമാനിക്കുന്ന പോലെ സംസാരിച്ചു. അപ്പൊ ഇതൊക്കെ കേട്ട ശ്രീജയ്ക്ക് ആകെ സങ്കടമായി. വേദയൊന്നും ഇണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാലും ഇവൻ കള്ളനാ. അച്ഛാ ഞാനത് കട്ടെടുത്തതല്ല എന്ന് പറഞ്ഞു. പിന്നെന്താ, കറണ്ട് നീ കട്ടെടുത്തതല്ലേ? അപ്പൊ അത് കള്ളത്തരമല്ലേ? പിന്നെ ഒരു കാര്യത്തിന് തന്ന പൈസ മറ്റൊരു കാര്യത്തിന് ഉപയോഗിക്കുന്നത് അതും കള്ളത്തരമല്ലേ? അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ്. അവസാനം പറഞ്ഞു, അതെ അച്ഛാ, മറ്റൊന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ജോയി എന്ന് പറയുന്ന ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. ആ പൈസ അവൻ ബലമായിട്ട് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തതാ. അവൻ ചുമ്മാ ഓശാരത്തിലൊന്നും എടുത്തല്ലോ, നീ അവൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടല്ലേ അവൻ എടുത്തത്. അത് അവൻ്റെ അർഹതപ്പെട്ട പൈസയല്ലേ? അപ്പോൾ നീ എന്തിനാ കടം വാങ്ങിയത്? ഒന്ന് പറഞ്ഞു വിശ്വ. നീ നിന്റെ ഭാര്യയെ നോക്കാനാണോ? അത് കുടുംബത്തിന്റെ ചെലവ് നോക്കാനാണോ? ഒന്നുമല്ലല്ലോ. ഇപ്പോഴും നിന്റെ ഭാര്യയുടെ ചെലവ് നോക്കുന്നത് ഈ ഞാൻ തന്നെയല്ലേടാ. നിനക്ക് നാണമുണ്ടോ? നിനക്ക് ചെലവിന് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. നീ എന്തിനാ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടിയുടെ ശാപം കൂടി പിടിച്ചു പറ്റുന്നത്? സ്വന്തം ചെലവില് ഭാര്യയെ നോക്കാൻ കഴിയാത്തവൻ ഒരിക്കലും വിവാഹം കഴിക്കരുത്. അച്ഛന്റെ ചെലവിലല്ല നോക്കേണ്ടത്. അവന്റെയും മക്കളുടെയും ഒന്നും ചെലവ് നോക്കില്ലെങ്കിൽ നിനക്ക് വിവാഹം കഴിക്കാതിരുന്നൂടായിരുന്നോ എന്ന് ചോദിച്ച് ഇങ്ങനെ ചൂടാവുകയാണ്. ഈ സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. വിക്രം ഇത് കേട്ടോണ്ടാ വരുന്നത്. അപ്പൊ വേദ ഒന്നും മിണ്ടിയില്ല. എല്ലാവരും ഇങ്ങനെ കേട്ടു. വിക്ഷുവും ആകെ നാണം കേട്ടു. ശ്രീജയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമായി. എങ്ങനെയെങ്കിലും ഇത് കള്ളത്തരം മറച്ചു വെക്കാമെന്നാണ് ശ്രീജ വിചാരിച്ചത്. പക്ഷെ അത് അച്ഛൻ കണ്ടുപിടിക്കുകയും ചെയ്തു. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.
പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.